നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണം ഉയർത്തുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടെയാണ് മലപ്പുറം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. മലപ്പുറത്ത് നിന്ന് സമീർ, ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ചർച്ചയായത്, അതിന്റെ എപ്പിസെന്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് മലപ്പുറത്തെ പറയാം. അവിടെ സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി ഈ ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചർച്ചയാക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു കേന്ദ്രമാണ് മലപ്പുറം. എന്താണ് മലപ്പുറത്തെ രാഷ്ട്രീയ വർത്തമാനം? നമ്മൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് സംസാരിക്കുമ്പോൾ വിജയകുമാർ, പ്രത്യക്ഷത്തിൽ മലപ്പുറം എന്ന് പറയുന്നത് UDFന്റെ ശക്തി കേന്ദ്രമാണ്. കൂടുതൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒപ്പം തന്നെ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം പ്രാദേശിക തലത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടും, അത് മേധാവിത്വം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് UDFന്റെ ആത്മവിശ്വാസം. എന്നാൽ നേരെ LDF വെച്ച് പുലർത്തുന്നത് നിലവിൽ അടിയൊഴുക്കുകൾ വലിയ തോതിൽ കാര്യമായിട്ട് തന്നെ UDFന്റെ ഭാഗത്തുണ്ടാകും. കാരണം ഈ വെൽഫെയർ പാർട്ടി സഹകരണം വലിയ തോതിൽ ചർച്ച ചെയ്താണ്. അതുകൊണ്ട് തന്നെ അതിനോട് വിയോജിപ്പുള്ള UDFലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തകരുടെ വോട്ടുകളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറും. മാത്രമല്ല മറ്റു ഭൂരിപക്ഷ വോട്ടുകളുമൊക്കെ തന്നെ അനുകൂലമായി മാറും. അങ്ങനെ വലിയൊരു മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും LDF മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല ഈ നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനി നഗരസഭ നിലവിൽ LDFന്റെ കോട്ടയാണ്. അവിടെ LDFന് വലിയ ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് LDF പറയുന്നത്. എന്നാൽ നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ നഗരസഭയിലടക്കം UDFന് വലിയ മേധാവിത്വം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നഗരസഭ ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിലവിൽ UDF വെച്ച് പുലർത്തുന്നത്. മാത്രമല്ല PV അൻവർ ഫാക്ടർ നിലമ്പൂർ നഗരസഭയിൽ ഒപ്പം തന്നെ മലയോര മേഖലയിലും എങ്ങനെ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശവും ഒപ്പം തന്നെ വലിയ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഴുവൻ സമയവും മലപ്പുറത്തുണ്ടായിരുന്നു. പ്രചാരണം കൊട്ടിക്കലാശത്തിന്റെ ആ മണിക്കൂറിലും ഏറ്റവും ആവേശം ഉണ്ടായിരുന്ന ഒരു വടക്കൻ കേരളത്തിലെ ജില്ല കൂടിയാണ് മലപ്പുറം. അത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്ന കാര്യത്തിലും ആവേശം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.